ഇരുന്നു. താൻ എന്ത് പോക്കിരിത്തരോടെ കാണിച്ച്? ആ കൊലയാളി രക്ഷപ്പെടാൻ വിട്ടു അല്ലേ? സാർ എന്തൊക്കെയാ പറഞ്ഞത്? മലയാളം MA LA YA LA എന്തേ ബോധിച്ചില്ലേ? ഇഡിയോട്ടിക്. സെക്യൂരിറ്റി ലാബ്സ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുക വിശദമായിട്ട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ. സെക്യൂരിറ്റി ലാബ്സോ? പെരുമാളിന്റെ ബ്രില്യൻസ് ഇല്ലായിരുന്നെങ്കിൽ CMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ ഒരു ബ്രില്യൻസ് കടം വാങ്ങിയ ബുദ്ധിയാമാഷേ. പല സ്റ്റേറ്റിലും VVIPസിന്റെ കാര്യത്തിൽ ആളെ മാറ്റലും കാർ മാറ്റലും ഒക്കെ നടന്നിട്ടുണ്ട്. ആന്ധ്രയിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പുകാർ അന്നത്തെ CMനെ തട്ടാൻ വേണ്ടി തിരുപ്പതിയിൽ മൈൻ വെച്ചില്ലേ? അയാളുടെ ഭാഗ്യം ലാസ്റ്റ് മൂമെന്റിൽ കാർ മാറി. അതും ഇയാളുടെ ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞു കൊടുക്കണോ? കയ്യിൽ പഴം പോലെ കിട്ടിയ ഒരുത്തനെ ഇവൻ വിട്ടുകളഞ്ഞില്ലേ? ഞാൻ ചോദിച്ചതേ ആ ലാബ്സിനെ കുറിച്ചാ. എനിക്ക് സംശയമുണ്ട് ഇത് ഒരു ഒത്തുകളിയാണോന്ന്. ആ ആൾക്കൂട്ടത്തിനിടയിൽ ഇവൻ മാത്രം കൊലയാളിയെ കാണുക, ഒറ്റയ്ക്ക് ഫോളോ ചെയ്യുക, തുടർന്ന് കുറെ നേരത്തേക്ക് രണ്ടുപേരും മിസ്സിംഗ്. ആ മിസ്സിംഗിനിടയിൽ എന്താണ് സംഭവിച്ചത്? എന്ത് ഡീലാണ് നടന്നത്? എത്ര കോടിയാണ് കൈമാറിയത്? സർ, ഞാൻ പോകുന്നു. പ്ലീസ്. നീ പോടാ. മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പീറ്റർ. യു ആർ an അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇതുപോലെ ലക്കും ലഗാനും ഇല്ലാമ സംസാരിക്കരുത്. തനക്ക് എന്തറിയാ ആളെ കുറിച്ച്? പറ എന്തറിയാ? ഞാൻ അല്ലടോ കോപ്പ ഇതൊക്കെ പറയണത്. പാർട്ടിക്കകത്ത് പലരുടെ അഭിപ്രായങ്ങളാ. അതൊക്കെ ഞാൻ അന്വേഷിക്കാത്ത എന്താണെന്നാണ് അവന്മാർ എന്നോട് ചോദിക്കുന്നത്. ഞാൻ അന്വേഷിക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ അവനോട് റാം പറഞ്ഞുകൊണ്ട് നിൽക്കണോ? എങ്ങനെ വേണേലും അന്വേഷിച്ചു. വേണ്ടാണ് ആർ പറഞ്ഞു? പാർട്ടിയിലുള്ള പലരും പറഞ്ഞു എന്നുള്ളത് സാറിന്റെ പുളുപടി. അതിന് പകരം പാർട്ടിയിലുള്ള പലരോടും സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ യോജിക്കും. അതെ അങ്ങനെ തന്നെ. ഇനിയാണെങ്കിൽ താൻ എന്ത് ചെയ്യൂ? പ്ലീസ്, ചായ കുടിക്കാനും കശുവണ്ടി തിന്നാനും മാത്രമുള്ള വെറും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പോലെ ആവരുത് ഇതും. ഒരു മനുഷ്യന്റെ ജീവനെ പണയം വെച്ചാൽ നിങ്ങൾ ബഹളം കൂട്ടുന്നതെന്ന് ഓർക്കണം. വലിയ റാങ്കുകാർ ചെറിയ ഈഗോ കാണിക്കുന്നത് കാണുമ്പോ വല്ലാതെ ഡിസ്റ്റർബിംഗ് ആണ്. വെരി മച്ച് ഡിസ്റ്റർബിംഗ്. എല്ലായിടത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് ഞാനും മടുത്തു.